നമസ്കാരം, എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ സെൽ ബയോളജി കണ്ടിന്യൂ ചെയ്യാണ്. മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. സ്ട്രക്ചർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാനൽസും ട്രാൻസ്പോർട്ടേഴ്സും കണ്ടു. ഇനി നമുക്ക് പമ്പ് എന്തൊക്കെയാണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണ് എന്നുള്ളതിലേക്കാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ. നമ്മൾ രണ്ട് ടൈപ്പ് ട്രാൻസ്പോർട്ട് ആണുള്ളത്, പാസീവ് ട്രാൻസ്പോർട്ട് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പാസീവ് ട്രാൻസ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ദർ ഇസ് നോ യൂസ് ഓഫ് എനർജി. അതിൽ എന്തൊക്കെയാണ്? ഡിഫ്യൂഷൻ ഉണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്, ഓസ്മോസിസ് ഉണ്ട്. ഇനി നമുക്ക് വരുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ നമുക്ക് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ്, സംടൈംസ് കോൾഡ് പമ്പ്സ്, can move substrates across a membrane against a concentration gradient or an electrical potential, a process called active transport. High amount of energy required. Active transport is the movement against a concentration gradient, and also how they are doing it with the usage of energy from ATP. There are two types of active transport. One is primary transport, primary active transporters. They will use energy provided directly by a chemical reaction such as conversion of ATP to ADP and inorganic phosphate. Okay, in primary active transport, ATP hydrolysis is the driving force. The next is secondary active transporters. In secondary transporters, എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the first ATP hydrolysis, first primary active transport സംഭവിക്കും. With the help of ATP hydrolysis, ആ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ആ ഒരു മൂവ്മെന്റ് ഒരു പൊട്ടൻഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. With along that another molecule is also moving. Okay, a coupling is happening. Okay, coupling of ഒരു രണ്ട് മൂവ്മെന്റും കപ്പിൾ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ ഒരു മൂവ്മെന്റിന് മാത്രമേ ATP യൂസ് ചെയ്യുന്നുള്ളൂ. ATP യൂസ് ചെയ്തിട്ടുള്ള ATP ഹൈഡ്രോലൈസിസ് യൂസ് ചെയ്തിട്ടുള്ള എനർജി കൊണ്ട് മോളിക്യൂൾ 1 മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉണ്ടാവും. Because of that concentration difference, another molecule is moving. It is called secondary active transporters. See, ഇതാണ് primary active transport. Primary active transportൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൂടുതലാണ്. അതായത് outside concentration is high and inside concentration is low. So it is against the concentration gradient. ഇവിടെ ATP hydrolysis ചെയ്യുന്നു. Because of that energy, S1 is moving to outside. Inside the cell, അതായത് against the concentration gradient, S1 is moving. Okay, ആ മൂവ്മെന്റിന് ATP hydrolysis ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാൽ ATP ഹൈഡ്രോലൈസിസ് നടന്നു. ATP ഹൈഡ്രോലൈസിസ് നടക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അതായത് S1 അഗെയിൻസ്റ്റ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് S1 ഇൻസൈഡ് ദ സെല്ലിൽ നിന്ന് ഔട്ട്സൈഡ് ദ സെല്ലിലേക്ക് വന്നു. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഔട്ട്സൈഡ് ദ സെല്ലിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ്, ഇൻസൈഡിൽ കുറവാണ്. ബട്ട് അങ്ങനെ വരുന്ന സമയത്ത് അഗെയിൻ ഒരു ടെൻഡൻസി ഉണ്ട് അല്ലെ, ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യാൻ, സൊല്യൂട്ടിന് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ കുറച്ച് S1 മോളിക്യൂൾസ് അത് അലോങ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഇതിലേ തിരിച്ച് സെല്ലിന്റെ അകത്തേക്ക് പോകും. ഓക്കെ, ആ എനർജി വിത്ത് ദ യൂസ് ഓഫ് ദാറ്റ് എനർജി S2 മോളിക്യൂൾസ് വിൽ പാസ് അഗെയിൻസ്റ്റ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഓക്കെ, ഈ S1 മോളിക്യൂള് തിരിച്ച് സെല്ലിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്തുള്ള എനർജി യൂസ് ചെയ്തിട്ട് S2 മോളിക്യൂൾ against the concentration gradient will move and get into the cell. Okay, ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് ടൈപ്പ് ആണുള്ളത്, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആൻഡ് സെക്കൻഡറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് രണ്ടും
coupled reaction ആണ്. Okay, in primary active transport ATP hydrolysis driving the movement of solute against the concentration gradient. അങ്ങനെ primary transport ഒരു concentration against the concentration gradient, S1 molecules are high in the outside. Okay, അപ്പോൾ ഒരു ടെൻഡൻസി അവിടെ ക്രിയേറ്റ് ചെയ്യും ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. So few molecules will go along the concentration gradient like S1. Okay, here S1 is moving again along the concentration gradient. This will release some energy. Okay, with that energy S2 is also moving against the concentration gradient. Okay, this is called the secondary active transport. Types of pumps. Okay, active transportine നമ്മൾ മെയിൻ ആയിട്ട് പമ്പ്സ് എന്നാണ് പറയുന്നത്. പമ്പിംഗ് ആണ് അവിടെ നടക്കുന്നത്. So it is commonly called pumps. Cells cannot rely solely on passive transport. An active transport of solutes against their constant electrochemical gradient is essential to maintain the appropriate intracellular ionic composition of cells and to import solutes that are at a lower concentration outside the cell than inside. For these purposes, cells depend on transmembrane pumps, which can carry out active transport in three main ways. One is ATP-driven pumps hydrolyzes ATP to drive uphill transport. Second is coupled pumps link the uphill transport of one solute across a membrane to the downhill transport of another. Third is light-driven pumps, which are found mainly in bacterial cells, use energy derived from sunlight to drive uphill transport. Example is Bacteriorhodopsin. അതായത് 3 ടൈപ്പ് ആണ് പമ്പിംഗ് നടക്കുന്നത്. ഒന്ന് ATP ഡ്രിവൺ പമ്പ്, ATP ഹൈഡ്രോലൈസിന്റെ എനർജി യൂസ് ചെയ്തിട്ടാണ് പമ്പിംഗ് നടക്കുന്നത്. രണ്ടാമത്തത് കപ്പിൾഡ് പമ്പ്, സെക്കൻഡറി. ഓക്കെ, അത് കപ്പിൾഡ് പമ്പിംഗ് നടക്കുന്ന സമയത്ത് എന്താണ്, 2 മോളിക്യൂൾസ് അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ഈസ് ലൈറ്റ് ഡ്രിവൺ പമ്പ്സ്. എക്സാമ്പിൾ ബാക്ടീരിയോറോഡോപ്സിൻ. നമുക്ക് ഇനി പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതായത് ഡയറക്റ്റ് ആയിട്ട് ATP യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. 4 ക്ലാസസ് ഓഫ് ATP പവർഡ് പമ്പ്സ് ആർ ദെയർ. ഓക്കെ, there are 4 main classes of ATP powered pumps. P class pumps, V class pumps, F class pumps and ABC super family. Okay, the first is P class pumps. ഇവിടെയൊക്കെ ATP hydrolysis is the driven force. P class pump, you can find it in plasma membrane of plants and fungi. Okay, plants and fungus in the plasma membrane H plus pump ആയിട്ട് വരുന്നത് P class pumps ആണ്. Then eukaryotes sodium potassium പമ്പിലും P class pump ആണ്. Then apical plasma membrane of mammalian stomach. Mammalian stomachിലുള്ള hydrogen potassium പമ്പും P class pump ആണ്. Then plasma membrane of all eukaryotic cells for calcium pumping. Okay. Then sarcoplasmic reticular membrane in muscle cells. Muscle cellസിലുള്ള കാൽഷ്യം പമ്പിങ്ങും എല്ലാം നടക്കുന്നത് P class പമ്പ് ആണ്. നമുക്ക് ഓരോന്നിന്റെയും ഫംഗ്ഷനും സ്ട്രക്ചറും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സോ P class pumps you can find here. Then next വരുന്നത് V class pump. V class പമ്പും F class പമ്പും സ്ട്രക്ചറലി ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. V class pump vacuolar membrane in plants, yeast, other fungi. Okay, പ്ലാന്റ്സിനെ ഫംഗൈയുടെ ഒക്കെ വാക്യൂൾസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് V class പമ്പ് കാണുന്നത്. Then endosomal and lysosomal membrane in animal cells. Okay, endosomal lysosomal cellsൽ നമുക്ക് V class pumpsനെ കാണാൻ പറ്റും. Then third, plasma membrane of osteoclast and some kidney tubule cells. ഈ V class pumpsും F class pumpsും എക്സ്ക്ലൂസീവ്ലി പ്രോട്ടോൺ മാത്രമേ മൂവ് ചെയ്യിക്കുന്നുള്ളൂ. ഓക്കെ, P class pumpsൽ
അയോൺസ് ആണ്. എനി അയോൺസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഹൈഡ്രജൻ എല്ലാം പമ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഫോർ വി ക്ലാസ് ആൻഡ് എഫ് ക്ലാസ് ഓൺലി ഹൈഡ്രജൻ, ദാറ്റ് ഇസ് പ്രോട്ടോൺ ഈസ് പമ്പിങ്. ഓക്കെ, വി ക്ലാസ് പമ്പ്സ് വാക്യുലാർ മെംബ്രെയിൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ഈസ്റ്റ്. ഓക്കെ, അവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇനി നമുക്ക് എഫ് ക്ലാസ് പമ്പിലേക്ക് നോക്കാം. എഫ് ക്ലാസ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ATP സിന്തേസ്. ATP സിന്തേസ് നമ്മൾ എവിടെ എല്ലാ സ്ഥലത്തും കേട്ടിട്ടുണ്ട്. ATP സിന്തേസ് മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റിലൊക്കെ ATP സിന്തസിസ് ചെയ്യുന്ന പ്രോട്ടീനാണ് നമ്മൾ ATP സിന്തേസ് എന്ന് പറയുന്നത്. സോ ATP സിന്തേസ് ഈസ് എ എഫ് ക്ലാസ് പമ്പ്. You can find it in bacterial plasma membrane, inner mitochondrial membrane, and thylakoid membrane of chloroplast. Then the fourth one is ABC superfamily. ഇത് ഒരു ഡിഫറെന്റ് സ്ട്രക്ചർ ആണ് ഉള്ളത്. Bacterial plasma membranes for amino acid, sugar, and peptide transport. Okay, ABC superfamily കൂടുതൽ മോളിക്യൂൾസിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻ ബാക്ടീരിയ, അമിനോ ആസിഡ്, ഷുഗർ ആൻഡ് പെപ്റ്റൈഡ് ട്രാൻസ്പോർട്ടേഴ്സ് ആർ ABC സൂപ്പർ ഫാമിലി. ഇൻ മമേലിയൻ പ്ലാസ്മ മെംബ്രെയിൻ, മമേലിയൻ പ്ലാസ്മ മെംബ്രെയിനിൽ എവിടേക്കാണ്? ടു ട്രാൻസ്പോർട്ട് ഫോസ്ഫോലിപ്പിഡ്സ്, സ്മോൾ ലിപ്പോഫിലിക് ഡ്രഗ്സ്, കൊളസ്ട്രോൾ ആൻഡ് അതർ സ്മോൾ മോളിക്യൂൾസ്. ഓക്കെ, ഇത്രയാണ് 4 ഡിഫറെന്റ് ക്ലാസ്സസ്. ഓക്കെ, പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ്, P class, V class, F class and ABC super family. ഇനി നമുക്ക് ഓരോ പമ്പും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് P class pump. P class pump. The family of active transporters called P-type ATPase are cation transporters. Cation transporters that are reversibly phosphorylated by ATP. റിവേഴ്സിബിളി ഫോസ്ഫോറിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ATP will phosphorylate a protein. ഓക്കെ, ആ ഒരു ട്രാൻസ്പോർട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡീഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് നോർമൽ കൺഫോർമേഷനിലേക്ക് എത്തും. ഇതിനെയാണ് റിവേഴ്സിബിളി ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. റിവേഴ്സിബിൾ ഫോസ്ഫോറിലേഷൻ. ഓക്കെ, so ATP hydrolysis is phosphorylating a particular amino acid in that protein, and after this transportation it will dephosphorylate and come back into its normal conformation. So അതുകൊണ്ടാണ് അതിന്റെ പേര് P-type എന്ന് പറയുന്നത്. P-type phosphorylation. Okay, all P-class pumps possess 2 identical catalytic alpha subunit, each of which contains an ATP binding site. Okay, ഒരു ATP binding, അതായത് 2 ആൽഫയും 2 ബീറ്റയും ആണ് P ക്ലാസ് പമ്പിൽ വരുന്നത്. അതിൽ ഈ ആൽഫ ഡൊമെയിൻ ആണ് ATP ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓൾസോ ഹാവ് 2 സ്മോളർ ബീറ്റ സബ് യൂണിറ്റ്സ്. ബീറ്റ സബ് യൂണിറ്റ്സ് റെഗുലേറ്ററി ഫങ്ഷൻസ് ആണ്. During transport, at least one of the alpha subunit becomes phosphorylated. Okay, ഇവിടുത്തെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്ന അമിനോ ആസിഡ് aspartic acid ആണ്. Okay, aspartic acid is getting phosphorylated during this pump, and the transported ions move through the phosphorylated subunit. Okay, phosphorylated alpha subunit കൂടിയാണ് ions move ചെയ്യുന്നത്. The amino acid sequence around the phosphorylated residues are homologous in different pumps. Okay, so our sequence, our amino acid sequence is highly conserved in all P class pumps. So അപ്പം നമ്മൾ ഇവിടെ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇപ്പൊ CSIR നെറ്റിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് they will never ask any direct questions. So നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരുവാണ്, ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പമ്പ്, ചിലപ്പം P ക്ലാസ് പമ്പ് എന്ന് പറയും, ഗോട്ട് മ്യൂട്ടേറ്റഡ് ഇൻ ആസ്പാർട്ടിക് റെസിഡ്യൂ തന്നെ അവർ തരുമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ they told that okay, some mutation have found in P class pump. Okay, if so, what could be the possible outcomes? അല്ലെങ്കിൽ എന്നിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തരുമായിരിക്കും. സോ നമുക്ക് എക്സാക്ട് ആയിട്ട് P ക്ലാസ് പമ്പിന്റെ ഫംഗ്ഷൻ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മ്യൂട്ടേഷൻ
ഇപ്പോൾ ആസ്പാർട്ടിക് ആസിഡിന്റെ ഫോസ്ഫോറിലേഷൻ മ്യൂട്ടേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫോസ്ഫോറിലേഷൻ അവിടെ നടക്കില്ല. വിത്തൗട്ട് ദിസ് ഫോസ്ഫോറിലേഷൻ a pumping is not possible. ഓക്കെ, സോ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും അതിന്റെ എന്താ പറയാ, അതിന്റെ പോസിബിലിറ്റീസും കൂടി മനസ്സിലാക്കിയിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, CSIR, ഗേറ്റ് അങ്ങനത്തെ നാഷണൽ ലെവൽ എക്സാംസിനൊക്കെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, 4 മാർക്സ്, ഈ പാർട്ടിലുള്ള 4 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ മിക്കവാറും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്, ഒരു എക്സ്പെരിമെന്റൽ കണ്ടീഷൻ തരും, അതിന്റെ പോസിബിൾ ഔട്ട്കംസ് ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ്സ് തരും. ഔട്ട് ഓഫ് ദാറ്റ് ഏതൊക്കെയായിരിക്കും പോസിബിൾ ഔട്ട്കംസ് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യണമായിരിക്കും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് ക്ലിയർ ചെയ്യും. സോ ഇത് ഈ ഓരോ പോയിന്റും വളരെ എന്താ പറയാ, ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ബിക്കോസ് ദിസ് ആസ്പാർട്ടിക് ആസിഡ്, ദിസ് അമിനോ ആസിഡ് സീക്വൻസ് ഈസ് റിയലി കൺസർവ്ഡ്, homologous in different pumps. Okay, this class includes sodium potassium ATPase in the plasma membrane, which generates the low cytosolic sodium and high cytosolic potassium concentrations typical of animal cells. Okay, P class pump sodium potassium ATPase ആണ്. പിന്നെ certain calcium ATPase pump, calcium pumping അല്ലെ, cytosol to external medium വരുന്നുണ്ട്, സൈറ്റോസോളിന്ന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് വരുന്നുണ്ട്, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വരുന്നുണ്ട് ഇൻ ദ കേസ് ഓഫ് മസിൽ. ഓക്കെ, ആ എല്ലാ കാൽഷ്യം പമ്പും പി ക്ലാസ് പമ്പാണ്, അതായത് ATP ഹൈഡ്രോളിസിസ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് എന്താണ് അതിന്റെ സ്പെസിഫിസിറ്റി? റിവേഴ്സിബിൾ ഫോസ്ഫോറിലേഷൻ ഓഫ് പമ്പ്. Another member of P class found in acid secreting cells of the mammalian stomach. Okay, ഇതാണ് നമ്മളെ പി ക്ലാസ് പമ്പ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ, റോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. റോൾ ഓഫ് സോഡിയം പൊട്ടാസ്യം ATPase ഇൻ ആനിമൽ സെൽസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആനിമൽ സെൽസ്. ഇവിടെ ഇൻസൈഡ് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ഇൻസൈഡ് ഓഫ് ദി സെൽ ഈസ് നെഗറ്റീവ് ആൻഡ് ഔട്ട്സൈഡ് ദി സെൽ ഈസ് പോസിറ്റീവ്. ഇവിടെ ഇൻസൈഡ് ദി സെൽ പൊട്ടാസ്യത്തിന്റെ കോൺസെൻട്രേഷൻ 140 മില്ലിമോളാറും പുറത്ത് 4 മില്ലിമോളാറും ആണ്. അതേപോലെ സോഡിയത്തിന്റെ കേസിൽ ഇൻസൈഡ് ദ സെൽ 12 മില്ലിമോളാറും ഔട്ട്സൈഡ് 145 മില്ലിമോളാറും ആണ് ഉള്ളത്. ഓക്കെ, പക്ഷെ സ്റ്റിൽ സോഡിയം എന്താ പറയാ, ഔട്ട്സൈഡ് ആണ് കൂടുതലെങ്കിലും to maintain this negative environment inside the cell, അതായത് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ -50 to -70 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 സോഡിയം പമ്പ് ചെയ്യും. ATP ഹൈഡ്രോലൈസ് ചെയ്തു. ബിക്കോസ് ഓഫ് ദിസ് ATP ഹൈഡ്രോലൈസിസ് 3 sodium pumped out and 2 potassium pumped in. Okay, ഈ രണ്ട് പമ്പിങ്ങും നടക്കുന്നത് P type ATPase ആണ്. Okay, this active transport system is primarily responsible for setting and maintaining the intracellular concentration of sodium and potassium in animal cells for generating the membrane potential. Okay, to maintain this membrane potential, even the concentration is very low in cytosol and very high in extracellular fluid, the pumping is happening with the ATP hydrolysis. This is to maintain the membrane potential. It does this by moving 3 sodium out of the cell for every 2 potassium it moves in. The electrical potential across the plasma membrane is central to electrical signaling in neurons, and the gradient of sodium is used to drive the uphill co-transport of solutes in many cell types. Okay, co-transport. Okay, ഈ ഒരു co-transportum ഇതിൽ നടക്കുന്നുണ്ട്. Okay, so sodium potassium ATPase in animal cells, അല്ലെങ്കിൽ it is a P class ATPase. So in this way it is functioning. ഇനി അതിന്റെ എക്സാക്ട് മെക്കാനിസം എങ്ങനെയാണ്, കോൺഫിഗറേഷൻ ചേഞ്ച് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എക്സ്റ്റീരിയറിലാണ് സോഡിയം കൂടുതലുള്ളത്. എക്സ്റ്റീരിയർ ഓഫ് ദി സെൽ സോഡിയം ഈസ് ഹൈ. In cytosol potassium is high. Okay, this is our F
this is our p-type ATPase. Alpha subunitum, beta subunitum ഉണ്ട്. ഓക്കെ, പിന്നെ ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്. ഇവിടെ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ E1 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇൻ E1 കോൺഫിഗറേഷൻ ദ അഫിനിറ്റി, അതായത് എക്സ്റ്റീരിയറിലാണ് സോഡിയം കൂടുതൽ, ഇന്റീരിയറിൽ സോഡിയം കുറവാണെങ്കിൽ പോലും p-type ATPaseന്റെ E1 കോൺഫിഗറേഷനിൽ the binding affinity for sodium is high. Okay, in E1 configuration the binding affinity for sodium is high, so 3 sodium will bind here. Okay, and ATP is also will bind in the subunit. Okay, ATP bind ചെയ്യുന്ന സമയത്ത് ATP will hydrolyze to ADP and PI, and this PI will phosphorylate the aspartic residue. Because of this phosphorylation, a conformational change will occur, and from E1 to E2 a conformational change had occurred. In E2 conformation, the pump is open now, and also in E2 configuration the binding affinity for sodium is reduced, so sodium is released here. And also in E2 configuration the binding affinity for potassium is high, so potassium is binding here. Okay, so sodium is pumped out in E2 configuration, and in E2 configuration potassium is bound here. After binding of this potassium, dephosphorylation will occur. This phosphate will dephosphorylate from the aspartic residue. Dephosphorylation, again because of this dephosphorylation, again a conformational change will occur, and അത് E2 ൽ നിന്ന് E1 കോൺഫിഗറേഷനിലേക്ക് വരും. In E1 configuration the binding affinity for potassium reduces and potassium side release ചെയ്യും. Okay, again in E1 configuration സോഡിയത്തിന്റെ ബൈൻഡിങ് അഫിനിറ്റി കൂടുതലായിട്ട് വരും. സോ ഇങ്ങനെ സൈക്ലിക് ആയിട്ടാണ് ഈ പമ്പിങ് ഇവിടെ നടക്കുന്നത്. അതായത് ടു മെയിൻറ്റെയിൻ ദി പ്രോപ്പർ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ദ സോഡിയം പൊട്ടാസ്യം പമ്പിങ് ഈസ് ഹാപ്പനിങ് വിത്ത് p-type ATPase. Okay, so reversible phosphorylation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in E1 configuration phosphorylated ആയി അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഡീഫോസ്ഫോറേഷനും നടക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ സോഡിയം പൊട്ടാസ്യം പമ്പിങ് നടക്കുന്നത്. ഇൻ ഓൾമോസ്റ്റ് ഇതൊരു കോമൺ മെക്കാനിസം ആണ്. ഇപ്പൊ നമ്മൾ കാൽഷ്യം പമ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു ഫോസ്ഫോറിലേഷൻ ഡീഫോസ്ഫോറിലേഷൻ മെക്കാനിസം ആണ് നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. സ്റ്റൊമക് സെല്ലിൽ എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ സ്റ്റൊമക്കിന്റെ എപ്പിത്തീലിയൽ സെൽസ്, പെരിറ്റൽ സെൽസ് ആണ്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് വിശപ്പുണ്ട്, ഹങ്കർ സിഗ്നൽ വരുന്നു. ഹങ്കർ സിഗ്നൽ വിൽ റിലീസ് സോ മെനി ഹോർമോൺസ്. വൺ ഓഫ് സച്ച് ഹോർമോൺ ഈസ് ഹിസ്റ്റമിൻ. ഓക്കെ, കുറെ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വിശപ്പുണ്ട്, നമ്മൾ കഴിക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫുഡിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് ഹോർമോൺ റിലീസ് അവിടെ നടക്കുന്നുണ്ട്. അതിൽ ഒരു ഹോർമോൺ ആണ് ഹിസ്റ്റമിൻ. ഓക്കെ, ഈ ഹിസ്റ്റമിൻ ഈ ഒരു റിസപ്റ്ററിൽ ബൗണ്ട് ചെയ്യും. ഈ ഒരു റിസപ്റ്റർ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറെ ഇന്റേണൽ സിഗ്നലിംഗ് നടക്കും. ഈ ഇന്റേണൽ സിഗ്നലിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഹൈഡ്രജൻ പൊട്ടാസ്യം ATPase ഈ സെല്ലിന്റെ ഉള്ളിൽ വെസിക്കിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു histamine binding creates some internal signaling. Because of that internal signaling ഈ vesicles എല്ലാം പോയിട്ട് സെൽ മെംബ്രെയിനിൽ ഫ്യൂസ് ചെയ്യും. So because of that fusion cell surface area will increase and all the H plus K plus ATPase exposed. Okay, അപ്പൊ ഈ H plus K plus ATPase എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈവൻ ദോ ഉള്ളില് അതായത് നമ്മുടെ ട്രാക്റ്റില് കുറച്ച് ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലും ഫ്രം ദി സൈറ്റോസോൾ H+ പമ്പിങ് വിൽ ഓക്കർ. നമുക്കറിയാം നമ്മുടെ സെല്ലില് പൊട്ടാസ്യം കണ്ടന്റ് കൂടുതലാണ് അല്ലെ, പൊട്ടാസ്യം ഓൾറെഡി നന്നായിട്ടുണ്ട്. എന്നാലും ഹൈഡ്രജൻ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ പൊട്ടാസ്യം ഉള്ളിലേക്കും വരുന്നുണ്ട്. സോ ഇവിടെ ATP ഹൈഡ്രോലൈസിസ് നടക്കുന്നു. ഓക്കെ, ഈ H+ K+ ATPase
ATP ഹൈഡ്രോലൈസിസ് ചെയ്തിട്ട് H+ റിലീസ് ചെയ്യും, അതേപോലെ K+ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യും. അതേ സമയം തന്നെ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല വേറെ ഒരു എക്സ്ചേഞ്ചും ഒരു എന്താ പറയുക ട്രാൻസ്പോർട്ടേഷനും ഇവിടെ നടക്കുന്നുണ്ട്. ബൈകാർബണേറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ക്ലോറിൻ വിൽ റിലീസ്. ഓക്കെ, അങ്ങനെ ഹൈഡ്രജനും ക്ലോറിനും മിക്സ് ചെയ്തിട്ട് നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡിക്, അതായത് അക്കോർഡിംഗ് ടു അവർ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്. ഓക്കെ, ഓൾറെഡി നമ്മുടെ സ്റ്റൊമക്ക് കുറച്ച് ആസിഡിക് ആയിരിക്കും എപ്പോഴും. ഓക്കെ, സോ നമ്മളെ ഫുഡിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഫുഡിനെ ഹൈഡ്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി റിക്വയർ മോർ എമൗണ്ട് ഓഫ് HCl. ഓക്കെ, സോ ഒരു ബൈകാർബണേറ്റ് ക്ലോറിൻ പമ്പിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ നോർമൽ ഫങ്ഷൻ നടക്കുന്നത്. ഇനി അസിഡിറ്റി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. ഈ ഡ്രഗ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഓക്കെ, നമുക്ക് ഈ ഒരു ഡയഗ്രാം മാറ്റാം. ആസിഡ് ബ്ലോക്കിംഗ് ഡ്രഗ്. ഓക്കെ, ഇപ്പൊ ആസിഡ് ബ്ലോക്കിംഗ് ഡ്രഗ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എപ്പോഴും പറയും ഫുഡ് കഴിക്കുന്നതിന് 1/2 മണിക്കൂർ മുന്നേ കഴിക്കാൻ. മിക്കവാറും എല്ലാ ആസിഡിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് മുഴുവൻ നമ്മൾ ബിഫോർ ഫുഡ് വി ആർ ടേക്കിംഗ് ഇറ്റ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആസിഡ് ബ്ലോക്കിംഗ് ഡ്രഗ് ഈ ഒരു റിസെപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, ഇറ്റ് ഇസ് അനലോഗസ് ടു ഹിസ്റ്റമിൻ. ഓക്കെ, സോ ഇറ്റ് വിൽ ബൈൻഡ് ഓവർ ഹിയർ. ഓക്കെ, അപ്പോൾ ഇത് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എക്സാക്ട്ലി ഹിസ്റ്റമിൻ അല്ലാത്തത് കൊണ്ട് ഇറ്റ് കാൺട്ട് ക്രിയേറ്റ് എനി ഇന്റേണൽ സിഗ്നലിംഗ്. ഓക്കെ, ഇവിടെ ഇന്റേണൽ സിഗ്നലിംഗ് പോസിബിൾ അല്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, ഈ H+K+ ATPase വെസിക്കിൾ ഫ്യൂഷൻ നടക്കില്ല. വെസിക്കിൾ ഫ്യൂഷൻ അവിടെ നടക്കില്ല. സോ ആസിഡ് റിലീസ് അവിടെ സ്റ്റോപ്പ് ആയി. ഓക്കെ, ഇതാണ് ഒരു പോയിന്റ്. ഡ്രഗ് ആക്ട് ചെയ്യുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് വന്നിട്ട് ആസിഡ് ന്യൂട്രലൈസിങ് ഏജന്റ്സ്. ഓക്കെ, നമ്മള് നോർമൽ ആന്റാസിഡ്സ് കഴിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക്കിൽ H+ ഉണ്ട്, നമ്മൾ ന്യൂട്രലൈസിങ് ഏജന്റ്സ് കൊടുക്കും. ഇപ്പൊ ലൈക്ക് എന്താ പറയാ OH കണ്ടെയ്നിങ് ആന്റാസിഡ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ H+OH ആയിട്ട് അവിടെ വാട്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രാജുവലി ആസിഡിറ്റി അവിടെ ഡിക്രീസ് ആവും. ദെൻ തേർഡ് വന്നിട്ട് പമ്പ് ഇൻഹിബിറ്റിംഗ് ഡ്രഗ്. ചില ഡ്രഗ് എന്താ വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഈ പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അങ്ങനെ 3 പോസിബിൾ രീതിയിലാണ് അല്ലെങ്കിൽ 3 പോയിന്റിലാണ് നമ്മൾ ആസിഡിറ്റി എന്താ പറയാ ആസിഡിറ്റി ട്രീറ്റിംഗ് ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് വി ക്ലാസ് പമ്പ്. വി ക്ലാസ് പമ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Unlike P-type pump, V-type pump utilizes the energy of ATP without forming a phosphorylated protein intermediate. Okay, അതാണ് ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. P-typeൽ അവിടെ ഒരു ഫോസ്ഫോറിലേഷൻ ഡിഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഫോസ്ഫോറിലേഷൻ ഒന്നും നടക്കുന്നില്ല, പക്ഷെ ആ ഒരു എനർജി അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. V-type ATPase, a class of proton transporting ATPase. See, V-class proton pump എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ ഹൈഡ്രജൻ അല്ലെങ്കിൽ പ്രോട്ടോൺ മാത്രമേ പമ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, are responsible for acidifying intracellular compartments in many organisms. ഇപ്പം വാക്യുലാർ, അതുകൊണ്ടാണ് V for vacular, V class pumps എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്യൂൾസ് ൊക്കെ ഒരു അസിഡിക് pH, അതായത് 3 to 6 റേഞ്ചിലുള്ള ഒരു pH ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോർമലി സൈറ്റോസോളിക് pH ഈസ് 7.5. അതിലും കൂടുതലായിട്ട് അസിഡിക് ആയിട്ട് 3.6 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാക്യൂൾസിലൊക്കെ 3 to 6 റേഞ്ച് ഓഫ് pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ക്ലാസ് പ്രോട്ടോൺ പമ്പേഴ്സ് യൂസിങ്. ഓക്കെ, മോർ പ്രോട്ടോൺ പമ്പിംഗ് മീൻസ് മോർ അസിഡിക് അല്ലെ. V-type pumps are turbine-like protein machines constructed from multiple different subunits. In the structure, കുറച്ച് complex structure ആണ്. V-type ATPase are also responsible for the acidification of lysosomes. Okay, lysosomes, endosomes, the Golgi complex and secretory vesicles in animal cells. Okay, ഇപ്പൊ ലൈസോസോമിലൊക്കെ കൂടുതൽ അതായത് അസിഡിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വി ക്ലാസ് പ്രോട്ടോൺ പമ്പ്സ് ആണ്. ഓക്കെ, all V-type ATPase have a similar complex structure with an integral domain VO
that serves as a proton channel and a peripheral domain V1 that contains the ATP binding site and the ATPase activity. Okay, ഇവിടെയാണ് V1ലാണ് ATP binding activity നടക്കുന്നത്. അങ്ങനെ സൈറ്റോസോളിന്ന് ല്യൂമനിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ വാക്യൂളിന്റെ ല്യൂമനിലേക്ക് ഹൈഡ്രജൻ പമ്പിംഗ് നടക്കുന്നു. ഓക്കെ, then proton gradients created across these internal membranes also provide the energy source to drive H plus coupled transporters. Okay, so ഇങ്ങനെ ഇവിടെ ഒരു കപ്ലിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു ഹൈഡ്രജൻ പ്രോട്ടോൺ പമ്പിംഗ് നടക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒരു ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എന്താണ് പറയാ, വേറെ സൊല്യൂട്ട്സിന്റെ ട്രാൻസ്പോർട്ടേഷനും അവിടെ നടക്കുന്നുണ്ട്. V-type pumps are also present in the plasma membrane of cells specialized to secrete protons such as osteoclasts. Okay, calcium secretion അല്ലെ, നമ്മളെ ബോണിലും മസിൽസിലും ഒക്കെ osteoclast cells, macrophages and kidney tubule intercalated cells. Okay, ഇത്രയും സ്ഥലത്ത് നമുക്ക് V class proton pumps ആണ് present ആയിരിക്കുന്നത് to maintain the acidic condition. All V-type ATPase have a similar complex structure with an integral transmembrane domain V0 that serves as a proton channel and this is the proton channel, and a peripheral domain V1 that contains the ATP binding site and the ATPase activity. So ഇതാണ് നമ്മുടെ V class proton pumpന്റെ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. ATP ഹൈഡ്രോലൈസ് ചെയ്തിട്ടുള്ള എനർജി യൂസ് ചെയ്തിട്ടാണ് പ്രോട്ടോൺ പമ്പിംഗ് നടക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് എന്താണ് പറയാ, ഇന്റേണൽ ഓർഗനൈസിന്റെ pH ലോ pH മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അസിഡിക് എൻവയറൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് V class പ്രോട്ടോൺ പമ്പ് യൂസ് ചെയ്യുന്നത്. Then next is F class proton pump. F class proton pump. V class proton pumpും F class proton pumpും സ്ട്രക്ചറലി ഓൾമോസ്റ്റ് സിമിലർ ആണ്, ബട്ട് കുറച്ച് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഇതിൽ കാണുന്നുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. F class proton pump എന്തായിരുന്നു മെയിൻ ആയിട്ട്? ATPase ആണ് അല്ലെ, ATP synthase ആണ് F class proton pump എന്ന് പറയുന്നത്. F-type ATPase active transporters catalyze the uphill transmembrane passage of protons driven by ATP hydrolysis. Okay, ATP hydrolysis കൊണ്ട് uphill transmembrane passage of proton ആണ് നടക്കുന്നത്. The F-type designation derives from the identification of these ATPases as energy coupling factors. Energy coupling factors in the F ആണ് F-type, F-class proton pumps. Okay, P class എന്തായിരുന്നു? Phosphorylation. V class എന്താണ്? Vacuolar. F class energy coupling factors. Okay, ഇതിനും ഒരു F0, F1 compartments ഉണ്ട്. Okay, F0 integral membrane protein complex. Okay, F0, FO, F0 എന്നൊക്കെ പറയും. Okay, ആ O എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒളിഗോമൈസിൻ ഡ്രഗ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഹിബിഷൻ ഓഫ് ഒളിഗോമൈസിൻ അല്ലെങ്കിൽ ഒളിഗോമൈസിൻ ആക്ട് ചെയ്യുന്നത് ഈ ഒരു സെഗ്മെന്റിലാണ്. അതുകൊണ്ടാണ് FO എന്നതിനെ ഡിനോട്ട് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് എ ട്രാൻസ്മെംബ്രെയിൻ പാത്വേ ഫോർ പ്രോട്ടോൺസ് ആൻഡ് ദി പെരിഫറൽ പ്രോട്ടീൻ F1. എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് മൈറ്റോകോൺഡ്രിയെന്ന് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തതുകൊണ്ടാണ് F1 എന്നതിനെ നെയിമിംഗ് ചെയ്തിരിക്കുന്നത്. Uses the energy of ATP to drive protons uphill into a region. Uphill movement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Into a region of higher hydrogen concentration. Okay, അതിനാണ് uphill movement എന്ന് പറയുന്നത്. Like all enzymes, F-type ATPase catalyzes their reaction in both directions. Therefore, a sufficiently large proton gradient, അതായത് നമ്മൾ V-type-നേക്കാളും ഡിഫറൻസ് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ F-type 4 ഹൈഡ്രജൻ, അതായത് അറ്റ് എ ടൈം 4 ഹൈഡ്രജൻ ഇസ് പമ്പിങ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് നല്ല എഫിഷ്യന്റ് ആണ്, ഹൈ എനർജി, അതായത് അത്രയും ATP അവിടെ സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ അറ്റ് എ ടൈം 4 ഹൈഡ്രജൻ ആണ് പമ്പ് ചെയ്യുന്നത്. When functioning in this direction, the F-type ATPase are more appropriately named ATP synthase. Okay, so ഇത്രയും പ്രോട്ടോൺ പമ്പിങ് അവിടെ നടക്കുന്നത് കൊണ്ടാണ് അവിടെ ATP
ഹൈഡ്രലൈസിങ് അല്ല ATP സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം F0 F1. ഈ F1 ഇതിന്റെ സ്ട്രക്ചർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് എന്താ പറയാ, ഈ ഒരു എന്താ പറയാ, ഈ ഒരു റൊട്ടേഷൻ, അതായത് ഇവിടെ ഈ ഒരു വാട്ടർ പ്രോട്ടീൻ പോലെയാണ് ഇതിനൊരു റൊട്ടേഷൻ നടക്കും. സോ ഈ ഒരു റൊട്ടേഷൻ നടക്കുമ്പോഴാണ് ഹൈഡ്രജൻ പമ്പിങ് നടക്കുന്നത്. സോ ഈ ഒരു ഹൈഡ്രജൻ പമ്പിങ് നടക്കുന്ന എനർജിയാണ് ADP പ്ലസ് PI2 ATP സിന്തസിസ് സൈറ്റോസോളില് നടക്കുന്നത്. ഇത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ATP സിന്തസിസ് നടക്കുന്നത്. The F0 F1 organization of proton pumping transporters must have developed very early in evolution. Bacteria such as E. coli use an F0 F1 ATPase complex in their plasma membrane to pump protons outward, and archaea have a closely homologous proton pump, the A0 A1 ATPase. ഓക്കെ, സോ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ഈ ഒരു ATP സിന്തേസ് ഉള്ളത്. ഈ ബാക്ടീരിയയിലായാലും ആർക്കിയയിലായാലും യൂക്കാരിയോട്സിലായാലും എന്താണ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പമ്പിങ് നമുക്ക് കാണാൻ പറ്റും. സോ ഗ്രാജുവലി ഇവോൾവ് ആയിട്ടാണ് ഇപ്പം ഈ ഒരു, അതായത് യൂകാരിയോട്സിലുള്ള ATP സിന്തേസ് ഉണ്ടായിരിക്കുന്നത്. സോ ദേ ആർ സിമിലർ വിത്ത് ബാക്ടീരിയൽ ആൻഡ് ആർക്കിയൽ ATP സിന്തേസ് സ്ട്രക്ചറലി. Then next വരുന്നത് ABC transporters. ABC means ATP binding domain cassette. ATP binding domain cassette is called ABC, which gives the family its name, ATP binding cassette transporters. Each ABC protein is specific for a single substrate. Okay, it is specific for a single substrate or group of related substrates. All ABC membrane transport proteins share a structural organization consisting of 4 core domains. Okay, 2 transmembrane domains. Idana transmembrane domains 1 and 2. 2 transmembrane domain which form the passageway through which transporter molecules across the membrane. Okay, and 2 cytosolic ATP binding domain. Cytosolic ATP binding. NBD means nucleotide binding domain. Okay, ഇവിടെയാണ് ATP ബൈൻഡ് ചെയ്യുന്നത്. 2 ATP ബൈൻഡിങ് ഡൊമൈനും ഉണ്ട്. ഓക്കെ, 2 ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈനും 2 ATP ബൈൻഡിങ് ഡൊമൈനും ആണ് ABC ട്രാൻസ്പോർട്ടേഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ABC transporters constitute a large family of ATP dependent transporters that pump amino acids, peptides, proteins, metal ions, various lipids, bile salts, and many hydrophobic compounds, including drugs, out of cells against a concentration gradient. Okay, so ABC transporters is a large transporter family. One ABC transporter in humans, the multi-drug transporter MDR1, also called P-glycoprotein, is responsible for the striking resistance of certain tumors to some generally effective anti-tumor drugs. Okay, main ആയിട്ട് ABC transporters ആണ് ഡ്രഗ് ട്രാൻസ്പോർട്ടേഷൻ ഇൻവോൾവ് ആയിരിക്കുന്നത്, റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. സോ ക്യാൻസർ പേഷ്യന്റിലുള്ള ഡ്രഗ് റെസിസ്റ്റൻസ് മെയിൻ ആയിട്ട് ATP ട്രാൻസ്പോർട്ടേഴ്സ് കൊണ്ടാണ് സംഭവിക്കുന്നത്. 2 ടൈപ്പ് ബാക്ടീരിയൽ ABC ട്രാൻസ്പോർട്ടർ ഉണ്ട്, യൂകാരിയോട്ടിക് ഉണ്ട്. സോ സ്ട്രക്ചറലി ദേ ആർ വെരി സിമിലർ. ഓക്കെ, ഒരു ട്രാൻസ്മെംബ്രെയിൻ ഡൊമൈനും ഉണ്ട്, ഒരു ATP ബൈൻഡിങ് ഡൊമൈനും ഉണ്ട്. ഓക്കെ, സോ ഈ ഡൊമൈനിൽ 2 ATP ബൈൻഡ് ചെയ്യുന്ന സമയത്ത് സ്മോൾ സൊല്യൂട്ട് മോളിക്യൂൾ വിൽ ബൈൻഡ് ഹിയർ. ATP ഹൈഡ്രോലൈസിസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഓപ്പൺ ഹിയർ. സോ അത് റിലീസ് ചെയ്യും. അതേപോലെ തന്നെയാണ് യൂകാരിയോട്ടിക് ട്രാൻസ്പോർട്ടിൽ നടക്കുന്നത്. ഓക്കെ, 2 ATP ബൈൻഡിങ് ഡൊമൈൻ ഉണ്ട്. സോ അവിടെ ATP ബൈൻഡ് ചെയ്യുന്ന സമയത്ത്, സോ ഈ ഒരു കൺഫർമേഷണൽ ചേഞ്ച് വരുന്ന സമയത്ത് സൊല്യൂട്ട് വിൽ റിലീസ് ഹിയർ. Okay, after hydrolysis it will come back to its original position. So ATP hydrolysis കൊണ്ടുണ്ടാവുന്ന കൺഫർമേഷണൽ ചേഞ്ച് കൊണ്ടാണ് ഇവിടെ പമ്പിങ് നടക്കുന്നത്. A defective ion channel in cystic fibrosis. ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അത് നമ്മുടെ പമ്പ് ABC ട്രാൻസ്പോർട്ടറായിട്ട് വളരെ റിലേറ്റഡ് ആണ്. എന്താണ് സിസ്റ്റിക് ഫൈബ്രോസിസ് നോക്കാം. Cystic fibrosis, in short CF എന്ന് പറയും, is a serious and relatively common hereditary human disease. Okay, it is purely hereditary. Okay,
Only individuals with 2 defective copies show the severe symptoms of the disease. Okay, 2 കോപ്പി വേണം. 2 കോപ്പി ഉണ്ടായാലേ ആ ഒരു പേഴ്സൺ ഡിസീസ്ഡ് ആവുള്ളൂ. സോ ഇറ്റ് ഈസ് കോൾഡ് ഡോമിനന്റ് റെസസീവ് അലീൽ ആണ് അല്ലേ. സോ സിസ്റ്റിക് ഫൈബ്രോസിന്റെ റെസസീവ് ആണ്, അതായത് ഹോമോലോഗസ് റെസസീവ് കണ്ടീഷനിൽ വരുമ്പോൾ മാത്രമേ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനിൽ ആ പേഴ്സൺ ഡിസീസ്ഡ് ആവുന്നില്ല. സോ ഹോമോലോഗസ് റെസസീവ് കണ്ടീഷൻ ആണ്, അതായത് രണ്ട് 2 കോപ്പി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് വരുന്നുള്ളൂ. Obstruction of the gastrointestinal and respiratory tracts, commonly leading to bacterial infection of the airways and death due to respiratory insufficiency before the age of 30. Okay. മെയിൻ ആയിട്ട് അവർക്ക് റിക്കറന്റ് ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വന്നിട്ടാണ് അവർക്ക് ഡെത്ത് സംഭവിക്കുന്നത്. എന്താണ് എക്സാക്ട്ലി സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. CFTR, Cystic Fibrosis Transmembrane Conductance Regulator. അതാണ് ട്രാൻസ്പോർട്ടർ. It's a transporter of chlorine channel operated by ATP hydrolysis. Okay. CFTR-ന്റെ defective CFTR is causing cystic fibrosis. Basically, CFTR is a chlorine channel operated by ATP hydrolysis. It is not the pump exactly, it is a channel. When the regulatory domain is not phosphorylated, the chlorine channel is closed. Okay. So, ആ ഒരു ചാനലിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബേസ്ഡ് അപ്പോൺ ദി ഫോസ്ഫോറിലേഷൻ. ഓക്കെ. സോ ആ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫോസ്ഫോറിലേഷൻ നടക്കില്ല. വിത്തൗട്ട് ഫോസ്ഫോറിലേഷൻ ദ ചാനൽ won't open. ഓക്കെ. സോ ആ ഒരു ക്ലോറിൻ ട്രാൻസ്പോർട്ടേഷൻ അവിടെ ബ്ലോക്ക് ആവാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് മ്യൂട്ടേഷൻ ദാറ്റ് ലീഡ്സ് ടു ഡിലീഷൻ ഓഫ് ഫിനൈലാലനിൻ റെസിഡ്യൂ അറ്റ് പൊസിഷൻ 508 കോസസ് ഇംപ്രോപ്പർ ഫോൾഡിങ്. ഓക്കെ. സോ ആ ഒരു റെസിഡ്യൂല് നമുക്ക് അതിന്റെ സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ. 508 പൊസിഷനിലുള്ള ഫിനൈലാലനിൻ റെസിഡ്യൂവിന്റെ ഡിലീഷനെ കൊണ്ട് ഇംപ്രോപ്പർ ഫോൾഡിങ് നടക്കും. ബിക്കോസ് ഓഫ് ദിസ് ഇംപ്രോപ്പർ ഫോൾഡിങ് അതിന് കറക്റ്റ് ആയിട്ട് പ്ലാസ്മ മെംബ്രെയിനിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ദാറ്റ് വിൽ ഇന്റർഫിയർ വിത്ത് ഇറ്റ്സ് ഇൻസേർഷൻ ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ. Resulting in reduced chlorine and water movement across the plasma membranes of epithelial cells that line the airways, digestive tract, and exocrine glands. Diminished export of water from cells causing mucus on the cell to become dehydrated, thick and sticky. Okay. So ആ ഒരു ക്ലോറിൻ വാട്ടർ മൂവ്മെന്റ് അവിടെ സ്റ്റോപ്പ് ആവുന്ന സമയത്ത് സെൽസ് എപ്പിത്തീലിയൽ സെൽസ് ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ മ്യൂക്കസ് തിക്ക് ആൻഡ് സ്ലൈമി ആവും. ഓക്കെ. നോർമൽ പേഴ്സണിൽ അതൊരു തിൻ മ്യൂക്കസ് ആണുള്ളത്. സോ ഈ അബ്നോർമലി തിക്ക് മ്യൂക്കസ് ഒബ്സ്ട്രക്റ്റിംഗ് എയർ ഫ്ലോ and providing a heaven for pathogenic bacteria, particularly Staphylococcus aureus and Pseudomonas aeruginosa. Okay. So ഒരു തിക്ക് മ്യൂക്കസ് വരുന്ന സമയത്ത് സ്റ്റാഫോറിയസും സ്യൂഡോമോണാസിനും ഒക്കെ ബയോഫിലിം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് അതിന്റെ മെക്കാനിസം എക്സാക്ട്ലി എന്താണെന്ന് നോക്കാം. സോ അതായത് ഡിഫക്റ്റീവ് അയോൺ ചാനൽസ് വിൽ കോസ് സിവിയർ ഡിസീസസ്. വൺ ഇസ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ഓക്കെ. സി ഇതാണ് നമ്മുടെ CFTR, അതായത് ടോപ്പോളജി, അതായത് CFTRന്റെ സ്ട്രക്ചർ ഇതാണ്. ഓക്കെ. ഇവിടെ നമുക്ക് എന്താണ് പറയുക, ഇറ്റ്സ് എ 12 പാസ് മെംബ്രെയിൻ. ഓക്കെ. 12 പാസ് ഉണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ ഇതിന്റെ സൈറ്റോസോളിക് റീജിയൻ ആണ് ഇത്, റെഗുലേറ്ററി ഡൊമൈൻ ആണ് ഇത്. ഓക്കെ. ഇവിടെ ഈ സൈറ്റോസോളിക് ഡൊമൈനിലുള്ള, അതായത് ന്യൂക്ലിയോടൈഡ് ബൈൻഡിങ് ഡൊമൈൻ 1 ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ. ഇവിടെയാണ് ATP ബൈൻഡിങ് നടക്കുന്നത്. ATP ഹൈഡ്രോളൈസിസ് നടക്കുമ്പോൾ നടക്കുന്ന ഫോസോ റിലേഷൻ ഇവിടെയാണ് നടക്കുന്നത്. ഓക്കെ. ദിസ് ഈസ് ദി പ്രോപ്പർ ഫോൾഡിംഗ് സ്ട്രക്ചർ ഓഫ് CFTR. ഓക്കെ. ഈ 108 പൊസിഷനിലെ ഫിനൈലാലനിന്റെ ഡിലീഷൻ നടക്കുന്ന സമയത്ത് ഇത്രയും പ്രോപ്പർ ആയിട്ടുള്ള അവിടെ ഫോൾഡിംഗ് നടക്കില്ല. ഓക്കെ. സോ റെഗുലേറ്ററി ഡൊമൈനിന്റെ പ്രോപ്പർ ഫോൾഡിംഗ് അവിടെ നടക്കാത്തത് കൊണ്ട് അവിടെ ഫോസ്ഫോറിലേഷൻ നടക്കില്ല. ഓക്കെ. ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ ചാനൽ ഓപ്പൺ ആയിട്ടുള്ള
കൺഫർമേഷനിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഫോസ്ഫോറിലേഷനും നടക്കുന്നില്ല, പ്രോപ്പർ ഫോൾഡിങ്ങും ഇല്ലാത്തത് കൊണ്ട് ഈ ചാനൽ എപ്പോഴും ക്ലോസ്ഡ് കൺഫർമേഷനിലായിരിക്കും. സോ ക്ലോറിൻ വാട്ടർ പമ്പിങ് അവിടെ നടക്കുന്നില്ല. സോ ഗ്രാജുവലി ഇവിടെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തിക്ക് മ്യൂക്കസ് അവിടെ ഫോം ചെയ്യും. ആൻഡ് അങ്ങനെ ഗ്രാജുവലി അവിടെ ഇൻഫെക്ഷൻ വരാനാണ് സാധ്യത. സോ ഇതാണ് നമ്മുടെ CFTRന്റെ നോർമൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അസുഖം നമുക്ക് എക്സാക്ട്ലി ഉണ്ടാവുന്നത് നോക്കാം. ഇത് നമ്മുടെ നോർമൽ ഇൻഡിവിജ്വലിന്റെ എപ്പിത്തീലിയമാണ്, എയർവേ എപ്പിത്തീലിയമാണ് ഇത്. ഓക്കെ, നോർമൽ പേഴ്സന്റെ. ഈ നോർമൽ എപ്പിത്തീലിയൽ സെൽസിൽ നമുക്ക് കുറെ സീലിയാസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ എപ്പിത്തീലിയൽ സെൽസ് തിക്ക് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യും. ഓക്കെ, നോർമലി അവര് മ്യൂക്കസ് ലെയർ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ട്രാക്ട് കൂടി എയർ പാസ് ചെയ്യുന്ന സമയത്ത് കണ്ടാമിനേറ്റഡ് എയർ വിത്ത് സസ്പെക്റ്റഡ് ബാക്ടീരിയ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു. സോ ഇൻഹെയിൽ ചെയ്യുമ്പോൾ വിത്ത് ദ ബാക്ടീരിയ എയർ ഇവിടെ എത്തി, നമ്മളെ ഉള്ളിലെത്തി, എപ്പിത്തീലിയൽ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ എപ്പിത്തീലിയൽ സെൽസിലെത്തി. സോ നോർമലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CFTR, നോർമൽ പേഴ്സന്റെ CFTR ഇസ് വർക്കിംഗ് പ്രോപ്പർലി. സോ ഈ ഇത് നോർമൽ ആയതുകൊണ്ട് ഇവിടെ ക്ലോറിൻ പമ്പിങ് നടക്കും. അതായത് ക്ലോറിൻ ഇസ് ട്രാൻസ്പോർട്ടിങ് ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. ഓക്കെ, സോ ക്ലോറിൻ നന്നായിട്ട് അവിടെ പുറത്തേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ക്ലോറിൻ കൂടുതലായിട്ട് വന്നു. അപ്പൊ ക്ലോറിൻ കൂടുതലാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക? എക്സ്റ്റേണൽ എൻവയറമെന്റ് ഹൈപ്പോട്ടോണിക് ആവും അല്ലെ? ഹൈപ്പോട്ടോണിക് കണ്ടീഷൻ ആണ് ഇപ്പൊ. ഹൈപ്പോട്ടോണിക് കണ്ടീഷൻ ആണെങ്കിൽ വാട്ടറിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? ഫ്രം ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ടു ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. സോ വാട്ടർ ഗ്രാജുവലി മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇവിടെ വാട്ടർ മൂവ് ചെയ്യുന്ന സമയത്ത് മ്യൂക്കസ് ഹൈഡ്രേറ്റഡ് ആവും. മ്യൂക്കസ് ഹൈഡ്രേറ്റഡ് ആവുകയും ചെയ്യും. ഈ സീലിയ പ്രൊപ്പൽ ചെയ്യുകയും ചെയ്യും. സീലിയ വിൽ മൂവ്. ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഫ്ലോ ചെയ്ത് അങ്ങ് പോവും. ഓക്കെ, സോ ബാക്ടീരിയക്ക് വന്ന് സെല്ലിൽ വന്ന് സെറ്റിൽ ചെയ്ത് ഒരു ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള ഒരു ടൈം അവിടെ നടക്കുന്നില്ല. ഓക്കെ, ഇതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ ഓൾവേസ് നടക്കുന്ന നമ്മുടെ മെക്കാനിസം ആണ് ഇത്. ഓക്കെ, സോ എങ്ങനെയാണ് നോർമൽ CFTR ആവുമ്പം ക്ലോറിൻ പുറത്തേക്ക് പോവും. ക്ലോറിൻ പുറത്തേക്ക് പോകുമ്പം നമ്മളെ എക്സ്റ്റേണൽ എൻവയറൺമെന്റ് ഹൈപ്പർട്ടോണിക് ആവുന്ന സമയത്ത് വാട്ടർ ഗ്രാജുവലി മൂവ് ചെയ്യുന്ന സമയത്ത് മ്യൂക്കസ് ലെയർ ബിക്കം ഹൈഡ്രേറ്റഡ് ആൻഡ് വിത്ത് ദ സീലിയ പ്രൊപ്പൽഷനെ കൊണ്ട് നമുക്ക് ഇതിനെ പുറത്തേക്ക് ഫ്ലോ ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഇതാണ് നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി CFTR സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള പേഷ്യന്റിന്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാല് ഈ ക്ലോറിൻ പമ്പിങ് അവിടേക്ക് നടക്കണില്ല. ക്ലോറിൻ ഇപ്പൊ കൂടുതൽ എവിടെയാണ്? ഉള്ളിലാണ് ക്ലോറിന്റെ കൂടുതൽ. സോ ക്ലോറിൻ ഇൻസൈഡ് ദി സെൽ ബിക്കം ഹൈപ്പോട്ടോണിക്. അപ്പൊ എന്ത് സംഭവിക്കും? വാട്ടർ ഉള്ളിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പുറത്ത് വാട്ടർ ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഭയങ്കര എന്താ പറയാ തിക്ക് മ്യൂക്കസ് ലെയർ ഫോം ചെയ്യും. അപ്പൊ വിത്ത് ദിസ് തിക്ക് മ്യൂക്കസ് ലെയർ ഈ സീലിയയുടെ പ്രൊപ്പൽഷൻ അവിടെ സ്ട്രക്ക് ആവും. സീലിയക്ക് എന്താ പറയാ അതിങ്ങനെ വേവ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. ആ ഒരു തിക്ക് ആയിട്ടുള്ള ലെയർ വന്നിട്ട് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂവ്മെന്റ് അവിടെ നടക്കില്ല. സോ പാത്തോജൻസ് ഗ്രാജുവലി അവിടെ സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് ഒരു ബയോഫിലിം ഫോർമേഷൻ അവിടെ സംഭവിക്കും. ഓക്കെ, ബയോഫിലിം ഫോർമേഷൻ വരുന്ന സമയത്ത് ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അത് കൂടുതൽ ബയോഫിലിം മീൻസ് കൂടുതൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റി, ഗ്രാജുവലി സെൽസ് റപ്ചർ ആവും. റപ്ചർ ആവുമ്പം എന്താണ് പറയാ അവരുടെ ബ്രീത്തിങ് കപ്പാസിറ്റിനെ അത് എഫക്ട് ചെയ്യും. ഗ്രാജുവലി ഇറ്റ് വിൽ കോസ് ഡെത്ത്. ഓക്കെ, ഇതാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് വരുന്ന പേഷ്യന്റിന് നടക്കുന്നത്. നമുക്ക് ഇതൊരു ജനറ്റിക് ഇഷ്യൂ ആയതുകൊണ്ട് we can't treat it properly. Okay, gene therapy ഒക്കെ കൊടുക്കാൻ പറ്റുമായിരിക്കാം, but it is very costly. Okay, so if this is the condition, അതായത് നമ്മൾ പഠിച്ച ഓസ്മോസിസ് ബേസ് ചെയ്തിട്ട് ഹൈപ്പോട്ടോണിക് എന്താണ് പറയാ ബേസ് ചെയ്തിട്ടാണ് ഈ മൂവ്മെന്റ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. സോ നമുക്ക് ഇങ്ങനത്തെ പേഷ്യൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ആന്റിബയോട്ടിക് അതായത് ഇൻഹേലേഴ്സ് കൊടുക്കാം. ഇൻഹേലേഴ്സ് വിത്ത് ആന്റിബയോട്ടിക് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യാം. ഇത് ഒരു പെർമനന്റ് ക്യൂർ അല്ല, അവർക്ക്
അവർ അത് എന്താ പറയാ സിവിയർ ഇൻഫെക്ഷനിലേക്ക് പോവാതെ അവരെ നമുക്ക് പ്രൊലോങ് ചെയ്യിപ്പിക്കാം. അവരെ ഇൻഫെക്ഷൻ വരാതെ നമുക്ക് അവരെ പ്രിവെന്റീവ് മാത്രമായിട്ട് ആണ് ഇത്. ഓക്കെ. പിന്നെ അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഹേലേഴ്സിൽ, അതായത് നമ്മൾ കൈൻഡ് ഓഫ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇൻഹേലർ വിത്ത് സോൾട്ട് സൊല്യൂഷൻ, അതായത് സലൈൻ സൊല്യൂഷൻ ഇൻഹേൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഹൈപ്പർട്ടോണിക് ആവും. ഇവിടെ ഹൈപ്പർട്ടോണിക് ആവുന്ന സമയത്ത് ഗ്രാജുവലി എന്ത് ചെയ്യും? വാട്ടർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, വാട്ടർ മൂവ്മെന്റ് കൂടാൻ തുടങ്ങും അല്ലെ? സോ അങ്ങനെ എന്താ പറയാ, ആ ഒരു തിക്ക് മ്യൂക്കസ് ലെയർ ഫോർമേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു പോസിബിൾ വേ ഇതാണ്. ഓക്കെ, സോ ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, സോ ക്ലോറിൻ ചാനൽ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാട്ടർ മൂവ്മെന്റ് ആണ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോഴാണ് തിക്ക് മ്യൂക്കസ് ഫോം ചെയ്യുന്നത്. സോ ഇത്രയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. 4 ടൈപ്പാണ്: പി ടൈപ്പ്, ബി ടൈപ്പ്, വി ടൈപ്പ് ആൻഡ് ABC ടൈപ്പ്. ഓക്കെ, സോ നമ്മൾ ഇതോടുകൂടി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലെ പ്രൈമറി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ ഞാൻ മെയിൻ ആയിട്ട് റെഫർ ചെയ്തിരിക്കുന്നത് ജെറാൾഡ് കാർപ്പും ലോഡിഷും ഒക്കെയാണ്. പിന്നെ ബയോകെമിസ്ട്രി ലെനിഞ്ചറും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, അങ്ങനെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വാട്സപ്പ് വഴിയും മെയിൽ വഴിയും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. നമ്മളെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ലേണിംഗ്.